യു കെയിലുണ്ടാകുന്ന ഗ്രൂമിംഗ് ഗ്യാങ്, നിങ്ങൾ ഇതിനെപ്പറ്റി പല റിപ്പോർട്ടുകളും തന്നിട്ടുണ്ട്. യു കെ പൊളിറ്റിക്സ് ലിറ്ററലി ബാധിച്ചിരിക്കുകയാണ് ഈ സംഭവം. അതായത് ലേബർ പാർട്ടി ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കീർ സ്റ്റാർമർ അവിടുത്തെ പ്രധാനമന്ത്രിയാകുന്നത്. ഇപ്പം നേരത്തെ അവിടുത്തെ പാർലമെൻറ്റിൽ ഇതേപോലൊരു ഡിബേറ്റ് നടന്നു, വോട്ടെടുപ്പ് നടന്നു. ഇതിനെപ്പറ്റി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ വേണോ വേണ്ടായോ. അതുമായിട്ട് ഈ ലേബർ പാർട്ടി അതിനെ വ്യക്തമായിട്ട് എതിർത്തതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നടന്ന ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ഉള്ളൂ. ഈ കേസ് ഫർദർ റീ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും വർഷമായി ആളുകളെയൊക്കെ ശിക്ഷിച്ചു. ഏകദേശം 1400ഓളം കുട്ടികളാണ് ജയ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമില്ലെന്ന് പ്രധാനമന്ത്രി പറയുന്നു. അന്ന് ഇതിനെ പൂർണ്ണമായിട്ടും റോത്തർഹാം എം പി സാറ ചാമ്പ്യൻ അവരുൾപ്പെടെ മറ്റൊരു എം പിയും കൂടെ ഇവരെല്ലാം ഇപ്പോൾ മാറ്റി പറയുകയാണ്. അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ വേണം, പല സംശയങ്ങളുണ്ട്, അത് ദൂരീകരിക്കണം. അതായത് ഇതിൻ്റെ പിച്ചങ്ങ് മാറി. അപ്പോൾ ഇതിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല ഇതിനെ, കാരണം നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞു കാണും. ഇപ്പോൾ ഫർദർ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ പല മീഡിയയിലും വരുന്നു, ചില വ്ളോഗിൽ വരുന്നു. അതായത് ഏകദേശം 16 ലക്ഷത്തിൽ പരം പാകിസ്ഥാൻ കമ്മ്യൂണിറ്റി, അതായത് പാകിസ്ഥാൻ ഒറിജിനായിട്ടുള്ള മുസ്ലിംസാണ് ഈ പറയുന്ന ലണ്ടനിൽ താമസിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അതിൽ വലിയൊരു ശതമാനം അസാദ് കാശ്മീരിൽ നിന്നുള്ള പാകിസ്ഥാനികളാണ്. അപ്പം ഈ ഗ്രൂമിംഗ് ഗ്യാങ്സിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത്, അതായത് എത്നിക്കായിട്ടുള്ള ഈ പാകിസ്ഥാനി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അവരാണ് ഇതിൻ്റെ അകത്ത് കുറ്റവാളികൾ മുഴുവൻ. അതായത് ചൈൽഡ് അബ്യൂസുമായിട്ടും, അതായത് കുട്ടികളെ അവർ ഗ്യാങ്ങായിട്ട് കൊണ്ടുപോയി വളരെ മോശമായിട്ട് സെക്ഷൽ മോളസ്റ്റേഷനും ഒക്കെ ചെയ്തു. ഇതിനെപ്പറ്റി നേരത്തെ റിപ്പോർട്ട് വന്നു. പക്ഷേ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്ന് അവിടുത്തെ പ്രധാനമന്ത്രിയായ കീർ സ്റ്റാർമർക്കെതിരെ വിരൽ ചൂണ്ടും. അതിനെപ്പറ്റിയൊക്കെ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അതായത് യു കെ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, യു കെയിലുള്ള ലേബർ എം പിസ് പോലും, അതേപോലെ ലേബർ പാർട്ടിയുടെ പല നേതാക്കളും ഇപ്പോൾ അതേപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ വേണം, അതായത് സാറാ ചാമ്പ്യൻ മറ്റുള്ള പല എം പിമാരും ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പോയിട്ട് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ്. അതേപോലെ മറ്റൊരു സംഭവം ഉണ്ടാവും എലോൺ മസ്കിൻ്റെ ആ ക്യാമ്പയിനോടുകൂടി. അതായത് അവിടുത്തെ ചെറുപ്പക്കാരും മറ്റുള്ള വൈറ്റ്, അതായത് ബ്രിട്ടീഷേഴ്സ്, അവരുടെ ഉള്ളിൽ ഭയങ്കര ബ്രിട്ടീഷ് ബോധം വരാൻ തുടങ്ങി. കാരണം ഇതിങ്ങനെ പോകാൻ പറ്റത്തില്ല, നടപടിയെടുക്കണം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും വരുന്നത്, ഏകദേശം 8 ലക്ഷത്തോളം ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട് യു കെയിൽ. അതിനകത്ത് ഏകദേശം 2.5-3 ലക്ഷത്തോളം പാകിസ്ഥാനി ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്. അതായത് ഈ പിന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം രാജ്യങ്ങളിൽ ഉള്ളവരാണ്, അറേബ്യൻ രാജ്യം, മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ഉള്ളവരാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുമുണ്ട്. ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ഈ പറയുന്ന ലേബർ എം പിയും കൺസർവേറ്റീവ് പാർട്ടികളും തമ്മിൽ ധാരണയായിട്ട് പോയിരിക്കുന്നത്, അതായത് 2025 തന്നെ ഏകദേശം ആദ്യത്തെ പടിയായിട്ട് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ 10,000-ഓളം പാകിസ്ഥാൻകാരെ തിരിച്ചയക്കുക. അതേപോലെ 2025 ആകുമ്പോഴത്തേക്കും ഏകദേശം 1 ലക്ഷത്തിൽ പരം പാകിസ്ഥാനികളെ തിരിച്ചയക്കുക. അതേപോലെ ഇത് ക്രമമായിട്ട് നടപ്പിലാക്കി 1-2 വർഷം കഴിയുമ്പം ഏകദേശം 2 മുഴുവനായിട്ടുള്ള പാകിസ്ഥാനി ഇല്ലീഗൽ ഇമിഗ്രൻസിനെയും അവിടെ ക്രൈം ചെയ്തവരെയും സിറ്റിസണായിട്ടുള്ളവരെയും പാകിസ്ഥാനോട് ഡിപ്ലോമാറ്റിക്കലി സംസാരിച്ച് അവരെയും ഡിപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇതങ്ങനെ പോയില്ല എങ്കിൽ ബ്രിട്ടനിൽ വലിയ ഇഷ്യൂ ഉണ്ടാകാൻ പോവുക. കാരണം ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ കയ്യിലൊന്നും നിൽക്കുന്നില്ല ഇഷ്യൂ. അവിടെ യു കെ റിഫോംസ് പാർട്ടി വന്ന്, അതേപോലെ ടോമി റോബിൻസൺ ജയിലിൽ കിടക്കുവാണ്. അയാളോട് ഭയങ്കര ഫാൻഫെയർ അങ്ങ് കൂടി. അയാൾ അതിഭയങ്കരമായ ഫാർ റൈറ്റാണ്, ഏറ്റവും കൂടുതൽ ആൻറ്റി മുസ്ലിം കൂടിയാണ്. കാരണം അയാളുടെ കമൻട്രി, അയാളുടെ ലേഖനങ്ങളും ഒക്കെ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്ന ഒരു കാരണവശാലും അയാൾ അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന രാഷ്ട്രീയക്കാരേക്കാളും ഏറ്റവും കൂടുതൽ ഇമേജ് വന്നിരിക്കുന്നത് ടോമി റോബിൻസണിനാണ്. അപ്പോൾ അയാൾക്ക് ഇത്രയും ആരാധനയും ഫാൻസുകാരും കൂടുമ്പോൾ
ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തില്ല എങ്കിൽ ഈ പറയുന്ന ലേബർ പാർട്ടിയുടെയും കൺസർവേറ്റീവ് പാർട്ടിയുടെയും വെടി തീർന്നു. ഇപ്പോൾ പുതിയ ട്രെൻഡ് അനുസരിച്ച് ലേബർ പാർട്ടിക്ക് വല്ലാതെ ഇമേജ് അങ്ങ് താഴെപ്പോയി, ഇത്രയും ഭൂരിപക്ഷത്തിന് കിട്ടിയിട്ട് പോലും. കാരണം ഈ ഇഷ്യൂ വളരെ അങ്ങ് കത്തിപ്പടരുകയാണ് ഓരോ ഓരോ ദിവസം കഴിയുമ്പോൾ. ഇപ്പോൾ അവിടുത്തെ പല ഗാർഡിയൻ ആണെങ്കിലും പല ന്യൂസ് പേപ്പറിൻ്റെ അകത്തും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇതായി അങ്ങ് മാറി. ഇത് പാകിസ്ഥാനിലും ചലനം ഉണ്ടാക്കി. കാരണം ഇത്രയും പേര് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യും? കാരണം ഇവർ അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടൻ്റെ കൾച്ചർ പോലും മാറ്റി ഇവർ. ഈ 16 ലക്ഷം പാകിസ്ഥാനി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമല്ലേ. അതിനകത്ത് ഇഷ്ടം പോലെ ഇല്ലീഗൽ ഇമിഗ്രൻസും വന്നിരിക്കുകയാണ്, ഇവരുടെ ബന്ധുക്കളും അവരെയൊക്കെ കൊണ്ടുവന്ന്. അതായത് ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഇല്ലാതാകുന്ന രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ട്രംപ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപും JD വാൻസ് നേരത്തെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ട്രംപ് ഒരു കാരണവശാലും കീത്ത് സ്റ്റാമറുമായിട്ട് ഒരു യോജിച്ച് പോകാൻ തയ്യാറുമല്ല, പല കാരണങ്ങളാലും. കാരണം മുസ്ലിം അപ്പീസ്മെൻറ്റ്. ഈ സ്റ്റാമറിൻ്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വളരെയധികം MP-മാർ ഈ പാകിസ്ഥാൻ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, അപ്പോൾ അവരെ എങ്ങനെ പറഞ്ഞു ഒപ്പിക്കുക? അല്ല, അതാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ ടർമോയിലാണ് ഇപ്പോൾ ബ്രിട്ടനിലുണ്ടായിരിക്കുന്നത്. അൺസർട്ടനിറ്റി ഉണ്ട്. ചിലപ്പോൾ സിവിൽ വാർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നില്ല, അവിടുത്തെ പത്രങ്ങളാണ് പറയുന്നത്. കാരണം അവിടുത്തെ ബ്രിട്ടീഷേഴ്സ്, അവിടെ പഴയ ആൾക്കാർ, അവിടുത്തെ പല ടാക്സുകൾ വരുന്നു. ഈ പറയുന്ന ഈ റെഫ്യൂജി ആയിട്ട് വരുന്നവർക്കും ഇല്ലീഗൽ ഇമിഗ്രൻസ് അസൈലുമായിട്ട് വരുന്നവർക്ക് പ്രത്യേകമായിട്ട് സ്കീംസ് കൊടുക്കുന്നു. അതായത് ഗവൺമെൻറ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അതായത് ഗ്ലോബലായിട്ടുള്ള വേൾഡ് ഓർഡറും മാറുന്നു. ജർമ്മനി സംഭവം, മറ്റുള്ള സംഭവം. എല്ലാവരും പറയുന്നത്, ഈ പാകിസ്ഥാൻ MPs തന്നെ പറയുന്നത്, ഈ രീതി പോവുകയാണെങ്കിൽ ബ്രിട്ടന് മറ്റൊരു കലാപം ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. അവരും വളരെ പേടിച്ചിരിക്കുകയാണ്. കാരണം എന്നാണ് ഈ സായിപ്പന്മാർ ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല. അതായത് മറ്റൊരു റവല്യൂഷൻ, മറ്റൊരു ഫ്രീഡം ഫൈറ്റ് പോലെ ബ്രിട്ടനിലുണ്ടാകുമോ? അത് പുതിയ പൊളിറ്റിക്കൽ പാർട്ടിയായ റിഫോംസ് പാർട്ടിക്കുള്ള പോസിബിലിറ്റി ആൾക്കാർ തള്ളിക്കളയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന കീത്ത് സ്റ്റാമർ വരാനുള്ള ദിവസങ്ങളിൽ, വരാനുള്ള മാസങ്ങളിൽ അയാൾ 5 വർഷമൊന്നും ഭരിക്കാൻ പോകുന്നില്ല. കാരണം ഇത് പെട്ടെന്ന് വലിയ ഇഷ്യൂ ആയി മാറും. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ഇഷ്യൂവിൻ്റെ ടേൺ അറൗണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ബ്രിട്ടനിൽ വലിയ അൺസർട്ടനിറ്റി ഉണ്ടാകാൻ പോവുകയാണ്. കാരണം അവിടുത്തെ ലേബർ പാർട്ടിയിലെ MP-മാർ പോലും കീത്ത് സ്റ്റാമറെ എതിർക്കുന്നു, ആ പാർട്ടി പോളിസി എതിർക്കുന്നു. പാർലമെൻറ്റ് പിന്തുണച്ചാണ്. പക്ഷേ അത് പബ്ലിക്കായിട്ട് അയാളെ പറഞ്ഞു, നമുക്ക് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ. പല പത്രങ്ങൾ കീത്ത് സ്റ്റാമർക്കെതിരെ പറയുന്ന പല ലേബർ പാർട്ടി MP-മാരും ഇതേപോലെ അക്യൂസ്ഡ് ആയിട്ടുള്ള പാകിസ്ഥാനികൾക്ക് വേണ്ടി അപ്പിയർ ചെയ്തു. അപ്പം അതൊക്കെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. അപ്പം ഒരു കാര്യം ഈ മലയാളികൾ മനസ്സിലാക്കാൻ, അൺസർട്ടനിറ്റി ഉണ്ട് അവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ. അതെങ്ങനെ അത് സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു വരാനുള്ള ദിവസങ്ങളെ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ട്രംപ് വരികയാണ്. വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഉണ്ട്. കാരണം വലിയൊരു ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡൻ്റാണ്. കാരണം ഉറപ്പായിട്ടും അമേരിക്ക വരാൻ പോകുന്ന ദിവസങ്ങളിൽ അമേരിക്ക ബ്രിട്ടനെ സഹായിച്ചേ മതിയാവത്തുള്ളൂ. അല്ലെങ്കിൽ ബ്രിട്ടീഷ് എക്കോണമി വരെ വളരെ ഒരു സാഡ് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നോക്കിയിരിക്കുക എന്താണ് സംഭവിക്കുന്നത് എന്ന്.